നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്തനാർബുദ ചികിത്സ 3 ഘട്ടങ്ങളിലായാണ് ചെയ്യുന്നത്. ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി. ഇതിൽ റേഡിയേഷൻ തെറാപ്പിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റും ചീഫ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ PR ശശീന്ദ്രൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. സ്തനാർബുദ ചികിത്സ ഈ രോഗികളിൽ ഏത് സ്റ്റേജിലാണ് റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നത്? സ്തനാർബുദ ചികിത്സയിൽ റേഡിയേഷനുള്ള പങ്ക് വളരെ വലുതാണ്. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ റേഡിയേഷൻ കൊടുക്കാറ്. അതായത് ഒന്നെങ്കിൽ ബ്രസ്റ്റ് മുഴുവൻ എടുത്ത് കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ബ്രസ്റ്റിലെ മുഴകൾ മാത്രം മാറ്റുന്ന രീതി, പിന്നെ അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും പേഷ്യൻറ്റിന് ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് സെക്കൻഡറി സ്പ്രെഡ് വരികയാണെങ്കിൽ ആ പ്രത്യേക സൈറ്റിൽ ഒരു സാന്ത്വന ചികിത്സയുടെ ഭാഗമായിട്ട് റേഡിയേഷൻ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വിവിധ സ്റ്റേജുകളിൽ റേഡിയേഷൻ ബ്രസ്റ്റ് ക്യാൻസറിൽ ആവശ്യമായിട്ട് വരും. എല്ലാ രോഗികളിലും റേഡിയേഷൻ തെറാപ്പി ഫലപ്രദമാണോ? റേഡിയേഷൻ ചികിത്സ ബ്രസ്റ്റ് ക്യാൻസറിൽ വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ? റേഡിയേഷൻ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ബ്രസ്റ്റിന് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്തേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ബാക്കിയുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്തതിന് ശേഷം റേഡിയേഷന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്ന മെഷീനിൽ ആണ് റേഡിയേഷൻ കൊടുക്കുന്നത്. ഹൈ ഡോസ് എക്സ്റേ ഉപയോഗിച്ചിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വിവിധ പ്ലാനിങ്ങും ഒക്കെ ആവശ്യമാണ്. റേഡിയേഷൻ സാധാരണ രീതിയിൽ 5 ആഴ്ച മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. എന്തെല്ലാം തരം റേഡിയേഷൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ എക്സ്റ്റേണൽ ബീം റേഡിയോതെറാപ്പി ഇൻ ലീനിയർ യൂസിങ് ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചികിത്സിക്കുന്നത്. പക്ഷേ ലീനിയർ ആക്സിലറേറ്റർ വരുന്നതിനൊക്കെ മുമ്പ് നമുക്ക് കൊബാൾട്ട് തെറാപ്പി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊബാൾട്ട് തെറാപ്പി മാറ്റിയിട്ട് മിക്ക സെൻറ്ററുകളിലും ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്ന നൂതനമായ മെഷീനാണ് ഉപയോഗിക്കപ്പെടുന്നത്. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഈ മെൻസസ് സമയത്ത് 2 ബ്രസ്റ്റും ഭയങ്കര പെയിൻ ആയിരിക്കും. അതെ. പിന്നെ ഈ കർഷത്തിന്റെ അവിടെ ഒരു കഴല പോലെ കട്ടി പോലെ ഇരിക്കുന്നു. ഈ വന്ന് ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസത്തിന് ചികിത്സ എടുക്കുന്നുണ്ടാവുമല്ലോ? മരുന്ന് കഴിച്ചിട്ടിരിക്കുന്നു. അതെ. ഈ മെൻസസിന്റെ സമയത്ത് 2 ബ്രസ്റ്റിനും വേദന വരുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതല്ലാതിരിക്കുമ്പോഴിപ്പോഴും വേദനയുണ്ട്. ആ വേദനയ്ക്ക് അങ്ങനെ ക്യാൻസറുമായിട്ട് ബന്ധമില്ല. നമ്മൾ എന്തെങ്കിലും ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ മുഴകളുണ്ടെങ്കിൽ പിന്നീടുള്ള പരിശോധനകൾ നടത്തുകയും ആ മുഴ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുഴയല്ല എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യണം. ബ്രസ്റ്റിൽ വരുന്ന തൈറോയിഡ് ഇരിക്കുന്നതുകൊണ്ട് കക്ഷത്തിൽ കഴല വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ കഴല എന്താണെന്നുള്ള കാര്യം ഒരു സർജനെ സമീപിച്ചതിന് ശേഷം പരിശോധന നടത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത് അവഗണിക്കാവുന്ന ഒരു
മുഴയല്ല കക്ഷത്തിലെ കഴല എന്ന് പറയുന്നത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞു, മുഴുവനായിട്ട് മുഴം എടുത്ത് മാറ്റുന്നു അല്ലെങ്കിൽ മുഴുവനായിട്ട് ബ്രസ്റ്റ് എടുത്ത് മാറ്റുന്നു. ഇതിലെങ്ങനെയൊക്കെയാണ് അപ്പോൾ റേഡിയേഷൻ കൊടുക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രസ്റ്റിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത് ശസ്ത്രക്രിയ തന്നെയാണ്. ശസ്ത്രക്രിയ ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യം പല കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അതായത് നമ്മളൊരു സ്റ്റേജിങ് വർക്കപ്പ് ചെയ്തിട്ട് ഏത് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വന്നിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് സർജൻ ഏത് സർജറി വേണം എന്ന് തീരുമാനിക്കുന്നത്. എല്ലാ കേസുകളിലും നമ്മൾ ബ്രസ്റ്റ് മുഴുവനായി എടുത്ത് നീക്കേണ്ട ആവശ്യം വരുന്നില്ല. കഴിയുന്നതും ബ്രസ്റ്റിലുള്ള മുഴ മാത്രം എടുത്തു മാറ്റിയിട്ട് ബ്രസ്റ്റ് കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മുഴ മാത്രമാണ് നമ്മളെടുത്ത് മാറ്റുന്നതെങ്കിൽ അതിനെ തുടർന്ന് റേഡിയേഷൻ ചികിത്സയും കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ ബ്രസ്റ്റ് എടുത്ത് മാറ്റിയെന്ന് വെച്ച് ഒരു പേഷ്യൻറ്റിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഇല്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. പക്ഷേ എന്ന് വെച്ച് എല്ലാ കേസുകളിലും നമുക്ക് മുഴ മാത്രം എടുത്തു മാറ്റുന്ന ശസ്ത്രക്രിയ സാധിച്ചു എന്ന് വരില്ല. അത് പല കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. മുഴയുടെ വലിപ്പം, മറ്റുള്ള അസുഖം, ബ്രസ്റ്റിൻ്റെ ഷേപ്പ്, അതിനെയൊക്കെ ആശ്രയിച്ചാണ് ബ്രസ്റ്റ് കൺസർവ് ചെയ്യണോ അതോ ബ്രസ്റ്റ് മുഴുവനായിട്ട് എടുത്തു മാറ്റണോ എന്ന് സർജൻ തീരുമാനിക്കുന്നത്. പക്ഷെ കഴിയുന്നതും ആധുനിക റേഡിയേഷൻ ചികിത്സാ രീതികൾ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സ്ഥിതിക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു സർജൻ്റെ ആദ്യത്തെ പരിഗണന. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം സർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് 32 വയസ്സായി. എനിക്ക് 22 വയസ്സായപ്പോ എന്റെ ബ്രസ്റ്റിലൊരു ഇങ്ങനെ തെന്നുന്നൊരു മുഴ പോലത്തെ ചെറുതൊരെണ്ണം വന്നിരുന്നു. അപ്പൊ ഒരു സർജനെ കാണിച്ചു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു അത് എടുത്ത് കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞൊരു ഇതാണെന്ന് പറഞ്ഞു. അപ്പം അതെടുത്ത് കളഞ്ഞു. ഇപ്പൊ എനിക്ക് വീണ്ടും അങ്ങനെ തന്നെ രണ്ടിലും 2 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും. അത് മുഴകള് 2 ബ്രസ്റ്റിലും ഉണ്ടോ? ഉണ്ട്. 2 ബ്രസ്റ്റിലും അതുപോലത്തെ തന്നെ തെന്നി മാറുന്ന മുഴകളാണെങ്കിൽ അത് സാധാരണ രീതിയിൽ ക്യാൻസർ ആവാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും അതിന് പരിശോധനകൾ ആവശ്യമാണ്. മാമോഗ്രാഫി പരിശോധന, മാമോഗ്രാഫിയിൽ മുഴയുണ്ടെങ്കിൽ അതിൽ നിന്നും കുത്തിയെടുത്തിട്ടുള്ള പരിശോധന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രസ്റ്റിൽ കാണുന്ന എല്ലാ മുഴകളും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴകളല്ലെങ്കിലും ഏത് മുഴ കണ്ടാലും ക്യാൻസർ അല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് കാണിക്കുന്നതായിരിക്കും നല്ലത്. 2 സൈഡിലും ഉള്ള സ്ഥിതിക്ക് ക്യാൻസർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് ഒരു പരിശോധന നടത്തി അത് പരിപൂർണമായിട്ടും ക്യാൻസർ അല്ല എന്ന് നമ്മൾ തെളിയിക്കണം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ടോ? റേഡിയേഷൻ കൊടുക്കുന്നത് കൊണ്ട് വളരെ ഗുരുതരമായ സൈഡ് എഫക്ട്സ് ഒന്നും സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. വളരെ ചെറിയ തോതിലുള്ള ഒരു കളർ ചേഞ്ച് വരാം. പക്ഷെ അത് 1-2 ആഴ്ചകൾ അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ചകൾ കഴിയുമ്പോൾ അത് മാറുന്നതായിട്ടാണ് ഞങ്ങൾ കാണാറുള്ളത്. അതിനെ നമ്മൾ ആ റിയാക്ഷനെ നമ്മൾ ഗ്രേഡ് ചെയ്യും. സാധാരണ രീതിയിൽ ഒരു ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 റിയാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. ആധുനിക ചികിത്സാ രീതികളും ആധുനിക ടെക്നിക്കുകളും ഒക്കെ ഉപയോഗിച്ച് റേഡിയേഷൻ ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ,
വളരെ കുറവാണെന്ന് തന്നെ പറയാം. അഥവാ ചെറിയ റിയാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു 4 മുതൽ 6 ആഴ്ചകൾ അത് നീണ്ടു നിൽക്കുകയുള്ളൂ. അത് മാറിക്കിട്ടും. ഓക്കെ, അതിനെന്തെങ്കിലും പ്രത്യേക മരുന്നുകളോ എന്തെങ്കിലും വേണ്ടോ? അത് തന്നെ പ്രത്യേകിച്ച് മരുന്നുകൾ ആവശ്യമില്ല. പക്ഷേ ചെറുതായിട്ട് ഇപ്പോൾ സ്കിൻ റിയാക്ഷൻ ഉണ്ട്, സ്കിൻ ഒന്ന് പൊട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ നമ്മൾ പരട്ടാനായിട്ടുള്ള ഓയിൻമെൻറ്റൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്തനാർബുദത്തിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് ഇത് പടരുകയാണെങ്കിൽ ഇതിലെങ്ങനെയാണ് റേഡിയേഷൻ കൊടുക്കുന്നത്? സാധാരണ രീതിയിൽ സ്തനാർബുദത്തിൽ നിന്നും മറ്റുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് വരുന്നത് പ്രധാനമായിട്ട് ബോൺസിലേക്ക് വരാം, നട്ടല്ല, പിന്നെ ബ്രെയിനിൽ വരാം. ഇങ്ങനെ വരുമ്പോൾ നട്ടലിലെ വേദന കുറയ്ക്കുവാനായിട്ട് വളരെ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ബ്രെയിനിലെ സെക്കൻഡറീസ് വരികയാണെങ്കിൽ ബ്രെയിനിന് റേഡിയേഷൻ വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ അതെല്ലാം ഒരു ബ്രസ്റ്റിൽ നിന്ന് ഈ അസുഖം ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു ചികിത്സ കംപ്ലീറ്റായിട്ട് ക്യൂർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ചികിത്സയല്ല നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്. പേഷ്യൻറ്റിന് ഒരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈ റേഡിയേഷൻ തെറാപ്പി ചെയ്യുമ്പോഴും അതിന് ശേഷവും ഒരു രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റേഡിയേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജീവിതചര്യയിലെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. സാധാരണ പേഷ്യൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാം. ഞാൻ 5 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണത്. ഭൂരിഭാഗം കേസുകളിലും ഒരു ഔട്ട് പേഷ്യൻ്റ് ബേസിലാണ് ഈ ചികിത്സ. കാരണം ആസ്പത്രിയിൽ അവർക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് മാത്രമേ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള ഗുരുതരമായ അവസ്ഥയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഒരു ഔട്ട് പേഷ്യൻ്റ് ബേസിലാണ് ചികിത്സ കൊടുക്കാറ്. സാധാരണ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ഭക്ഷണത്തിൽ പച്ചക്കറികൾ ധാരാളം ഉപയോഗിക്കാൻ, പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയും. പിന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. അല്ലാതെ പ്രത്യേകിച്ച് ദിനചര്യകളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം ഇല്ല. റേഡിയേഷൻ തെറാപ്പി ചെയ്യുമ്പോൾ രോഗിക്ക് ക്ഷീണം കൂടുതലായി തോന്നുന്നുണ്ടോ? റേഡിയേഷൻ കൊണ്ട് മാത്രം അങ്ങനെ ശരീരത്തിന് ക്ഷീണം സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം കൊടുക്കുന്ന ഒരു ചികിത്സയാണ് റേഡിയേഷൻ. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് മൊത്തം ക്ഷീണം വരേണ്ട ആവശ്യമില്ല. പിന്നെ രോഗിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, കോമോർബിഡിറ്റീസ് എന്ന് പറയും, അതുണ്ടെങ്കിൽ അതിനെ തുടർന്ന് ക്ഷീണം ഉണ്ടാവാം. അല്ലെങ്കിൽ അല്ലാതെ റേഡിയേഷൻ കൊണ്ട് മാത്രം ഒരു രോഗിക്ക് ക്ഷീണം ഉണ്ടാകണമെന്നില്ല. കോൾ ഉണ്ടോ ഡോക്ടർ? ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. ഏത് ചികിത്സയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണോ? 2010 എന്റെ റൈറ്റ് സൈഡ് ബ്രസ്റ്റ് റിമൂവ് ചെയ്താണ്. ചെറിയൊരു മുഴ പോലെ വന്നിട്ട്. അതെ. അപ്പോൾ ബ്രസ്റ്റ് മുഴുവനായിട്ട് എടുക്കുകയായിരുന്നോ ചെയ്തത്, അതോ മുഴ മാത്രമേ എടുത്തു കളഞ്ഞു? ആദ്യം ബയോപ്സി ചെയ്തപ്പോ അത് ചെറുതായിട്ട് മാംസം എടുത്ത് ബയോപ്സി ചെയ്ത് പിന്നെ റിമൂവ് ചെയ്തത്. അതെ. അപ്പൊ പകുതിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് തന്നെ എന്റെ സമ്മതത്തോടെ അതിനെ റിമൂവ് ചെയ്തേക്കുന്നേ. ശരി. അപ്പൊ അത് പിന്നെ റിസൾട്ട് വന്നപ്പോ എന്തോ പിന്നെ 6 കീമോതെറാപ്പി ചെയ്തിരുന്നു. അതെ. പിന്നെ 25 റേഡിയേഷനും ചെയ്ത്. പിന്നെ 5 വർഷം എനിക്ക് ബ്ലാസ്റ്റോഫൻ എന്ന് പറയുന്ന ഒരു ഗുളിക. ശരി. 5 കൊല്ലത്തേക്കുള്ള ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണത്. അതുണ്ടായിരുന്നു. അതിപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് 2 മാസം കഴിയുമ്പോ ചെക്കപ്പിന് ഇനി പോകണം. അപ്പൊ ഇനി ഞാൻ തുടർന്ന് മരുന്ന് കഴിക്കണമെന്ന്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ 5 വർഷത്തെ ഹോർമോൺ ചികിത്സയ്ക്ക് ശേഷം ആ ചികിത്സ നിർത്തിവെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ചികിത്സയുടെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് തുടർ പരിശോധന ആവശ്യമാണ്. അത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ അങ്ങനത്തെ ഒരു
ഉപദേശം നൽകി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുടർ പരിശോധന ആവശ്യമാണ്. 3 മാസം, ആദ്യത്തെ ഒരു 3 വർഷം, ആദ്യത്തെ 5 വർഷം നമ്മൾ എന്തായിരുന്നു പറഞ്ഞോളൂ. കൊളസ്ട്രോൾ കൂടി വരുന്നു. കൊളസ്ട്രോൾ 250 ഒക്കെ വരുന്നുണ്ട്, പിന്നെ അത് 196 ആകുന്നു. അപ്പോൾ അതിനുള്ള ചികിത്സകൾ ചെയ്താൽ മതി. അതും ഈ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ സാഹചര്യത്തിൽ അതിനുള്ള ചികിത്സകൾ തുടരുക. പിന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സിച്ച ഡോക്ടർ പറയുന്ന സമയത്ത് നിങ്ങൾ പോയി കണ്ട് ബാക്കിയുള്ള തുടർ പരിശോധനകൾ, ഈ ഫോളോ അപ്പ് ചികിത്സ എന്ന് പറയുന്നതും ക്യാൻസർ മാനേജ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് അസുഖങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിന് അപ്പോൾ തന്നെ ഫലപ്രദമായ ചികിത്സ നൽകുവാൻ വേണ്ടിയാണ് ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് തുടർ പരിശോധനയ്ക്ക് വരണം എന്ന് നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നത്. ഡോക്ടർ, ഈ ബ്രാക്കി തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ ഞങ്ങൾ 2 രീതിയിലാണ് കൊടുക്കുക. ഒന്ന്, സോഴ്സ്, അത് റേഡിയേഷൻ്റെ സോഴ്സ് രോഗിയിൽ നിന്നും ഒരു സ്വല്പം ദൂരെയായിരിക്കും. അതിനെയാണ് നമ്മൾ ടെലി തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ടെലി തെറാപ്പിയാണ്. ടെലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൂരെ. ബ്രേക്കി തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷൻ്റെ സോഴ്സ് പേഷ്യൻ്റെ ശരീരത്തിനോട് വളരെ ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബ്രേക്കി തെറാപ്പി എന്ന് പറയുന്നത്. ബ്രേക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷോർട്ട് എന്നാണ് അർത്ഥം. അതായത് സോഴ്സ് ഇസ് വെരി ക്ലോസ് ടു ദ ബോഡി ഓഫ് ദ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ബ്രസ്റ്റിൽ നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മുഴ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ക്യാവിറ്റിയിൽ ഇറിഡിയം വയർ, അതായത് റേഡിയേഷൻ്റെ ഒരു സോഴ്സാണ് അത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മുറിവൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബ്രേക്കി തെറാപ്പി വെച്ച് ട്രീറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബ്രേക്കി തെറാപ്പി കൊടുക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ട്, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് ചികിത്സ തീർക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ രീതിയിൽ എക്സ്റ്റേണൽ ബീം റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ്. പക്ഷേ ബ്രേക്കി തെറാപ്പി ആണെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചികിത്സ തീരും. അല്ല, വളരെ മിനിമം ഏരിയയിൽ റേഡിയേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബ്രേക്കി തെറാപ്പി. നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിന് റേഡിയേഷൻ ഒട്ടും നൽകാതെ അസുഖമുള്ള ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ബ്രേക്കി തെറാപ്പി. ബ്രേക്കി തെറാപ്പി പല സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിന് ചില അവസരങ്ങളിൽ ബ്രേക്കി തെറാപ്പി, ഈ എക്സ്റ്റേണൽ ബീം റേഡിയോ തെറാപ്പിക്ക് ശേഷം ഒരു ബൂസ്റ്റ് റേഡിയേഷൻ എന്ന നിലയ്ക്ക് ബ്രേക്കി തെറാപ്പി ചില അവസരങ്ങളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ റേഡിയേഷൻ തെറാപ്പിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? റേഡിയേഷൻ തെറാപ്പി വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പാർശ്വഫലങ്ങളോ ലോങ് ടേം കോംപ്ലിക്കേഷൻസോ റേഡിയേഷൻ കൊണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ പേഷ്യൻറ്റിന് കീമോതെറാപ്പിയേക്കാൾ പേടിയാണ് റേഡിയേഷൻ. പക്ഷേ റേഡിയേഷൻ ഒരു വളരെ സേഫായിട്ട് കൈകാര്യം ചെയ്യാവുന്ന, വളരെ സുരക്ഷിതമായിട്ട് കൊടുക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഒരേ ഒരു ചെറിയ ഒരു അസൗകര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡോസ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റില്ല. അത് ഫ്രാക്ഷനേറ്റ് ചെയ്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുന്നതിന് അതിൻ്റെ അകത്ത് കുറച്ച് റേഡിയോ ബയോളജിക് പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചികിത്സ പൂർത്തിയാക്കാൻ പറ്റാത്തത്. സർജറി ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷേ റേഡിയേഷൻ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷനേറ്റ് ചെയ്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ഓഫീസ് പ്രൊസീജിയറായിട്ട്, അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യൻറ്റ് ബേസിൽ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പേഷ്യൻറ്റിന് വരാറില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ
മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു കേരളത്തെ സംബന്ധിച്ചോളം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ റേഡിയേഷൻ ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ രോഗികൾ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റേഡിയേഷൻ എടുത്താൽ മുടി കൊഴിയുമോ എന്നുള്ളതാണ്. റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിയില്ല. പിന്നെ റേഡിയേഷൻ എടുത്താൽ മുടി കൊഴിയുന്നത് നമ്മൾ മുടിയുള്ള ഭാഗത്ത് റേഡിയേഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ബ്രെയിനിന് റേഡിയേഷൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ മുടി കൊഴിയും. പക്ഷേ ഇപ്പോഴത്തെ വേറെ ചില പുതിയ ചികിത്സാ രീതികൾ, അതായത് ഹെയർ സ്പെയറിങ് IMRT എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. ആ രീതി വെച്ച് ചികിത്സിച്ചാൽ നമുക്കൊരു പരിധി വരെ അത് പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മുടി കൊഴിച്ചിലും ഇപ്പോൾ റേഡിയേഷൻ്റെ വലിയൊരു പാർശ്വഫലം അല്ല. പിന്നെ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ റേഡിയേഷൻ കൊണ്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ നമ്മൾ ഫലപ്രദമായ ചികിത്സയൊക്കെ കൊടുത്ത് ഏറ്റവും മിനിമം സൈഡ് ഇഫക്ട്സേ റേഡിയേഷനും കൊണ്ടുണ്ടാകുന്നുള്ളൂ. ഡോക്ടറിന് സമയോടെ പൂർണ്ണമായി. റേഡിയേഷൻ തെറാപ്പിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.